ആഗോള വ്യാപാര രംഗത്തെ തന്നെ രണ്ട് വമ്പൻ ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എല്ലാ മാർഗങ്ങളും ഇല്ലാതാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഏറ്റവും കരുത്തനായ എതിരാളിയായി കണക്കാക്കുന്ന ചൈനീസ് തലവൻ ഷീ ജിൻ പിങ്ങുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ ഒരുങ്ങുകയാണെന്നാണ് പുറത്തുവരുന്ന പല വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത്. 90-ലധികം രാജ്യങ്ങൾക്ക് മേലായി ചുമത്തിയ തീരുവ വർധനവ് 90 ദിവസത്തേക്ക് താൽക്കാലികമായി ട്രംപ് നിർത്തിവെച്ചിരുന്നു. എങ്കിൽ പോലും അക്കൂട്ടത്തിൽ നിന്ന് ചൈനയെ ബോധപൂർവം ഒഴിവാക്കിയത് ചൈനയെ ചർച്ചാമേശയിലേക്ക് എത്തിക്കാനുള്ള ട്രംപിന്റെ ഒരു തന്ത്രമായി തന്നെ കണക്കാക്കാം. പക്ഷേ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് 125% തീരുവ ചുമത്തി ചില പ്രധാന കയറ്റുമതികൾ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടാണ് ചൈന അമേരിക്കയ്ക്കെതിരെ ശക്തമായി തന്നെ തിരിച്ചടിച്ചത്. ഷീ ജിൻ പിങ്ങുമായി നേരിട്ട് ചർച്ച നടത്തുന്നതിനായി മറ്റ് നയതന്ത്ര മാർഗങ്ങൾ പോലും ട്രംപ് തടസ്സപ്പെടുത്തിയ തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുമുണ്ട്. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നേരിട്ട് ഇടപെടുന്നത് പോലെ ഇപ്പോൾ ട്രംപ് പ്രസിഡന്റ് ഷീയുമായി നേരിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒബാമ ഭരണകാലത്ത് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലെ ചൈന, തായ്വാൻ, മംഗോളിയ എന്നിവയുടെ ഡയറക്ടറായിരുന്ന റയാൻ ഹാസ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മാത്രമല്ല, ചൈനയുമായുള്ള ബന്ധം കുറയ്ക്കുന്നതിനും ചൈനയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും അമേരിക്കൻ വ്യാപാര പങ്കാളികളിൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുള്ള താരിഫ് ഇളവുകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉപയോഗിക്കാൻ ട്രംപ് ഉപദേശിക്കുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ച വാൾസ്ട്രീറ്റ് ജേണൽ അവരുടെ റിപ്പോർട്ടും പുറത്തുവിട്ടിരുന്നു. കൂടാതെ താരിഫ് നിരക്കുകൾ മൂലമുള്ള ഉയർന്ന ചെലവ് പ്രശ്നങ്ങൾ നേരിടുന്ന ആഭ്യന്തര വിമാന കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടി ബോയിങ് വിമാനങ്ങൾ പാട്ടത്തിനെടുക്കുന്ന പോലുള്ള നടപടികൾ ചൈന നിലവിൽ പരിഗണിക്കുന്നുമുണ്ട്. വിമാന സംബന്ധിയായ ഉപകരണങ്ങൾ ബോയിങ്ങിൽ നിന്ന് വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ചൈനീസ് സർക്കാർ ആഭ്യന്തര വിമാന കമ്പനികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബോയിങ്ങിന്റെ വിമാനങ്ങൾക്കായി അടുത്ത 2 ദശകങ്ങളിലുള്ള ആഗോള ഡിമാൻഡിന്റെ 20% വരുന്നതും ചൈനയിൽ നിന്നുമാണ്. താരിഫ് യുദ്ധം പുതിയ തലങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ബോയിങ് പോലുള്ള അമേരിക്കയിലെ പ്രമുഖ കമ്പനികൾക്ക് തിരിച്ചടിയാകുന്നതും വരും നാളുകളിൽ കടുത്ത വ്യാപാര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ചൈനയിൽ ന്യൂനത സെമി കണ്ടക്ടറുകൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനായി അതിലേക്ക് ചിപ്പ് കയറ്റുമതിയിൽ അമേരിക്ക നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നുണ്ട്. പക്ഷേ ചൈനയ്ക്ക് സത്യത്തിൽ അത് ഒരു അനുഗ്രഹമായാണ് മാറിയിരിക്കുന്നതെന്നും പറയുവാൻ കഴിയും. ചൈനീസ് ഗവേഷകർക്ക് ഇത് കൂടുതൽ ഊർജ്ജം നൽകിയ ഒരു നീക്കം കൂടിയായിരുന്നു. സമീപ വർഷങ്ങളിൽ ചിപ്പ് രൂപകൽപ്പനയിലും നിർമ്മാണത്തിലുമുള്ള ഗവേഷണത്തിൽ ചൈനീസ് സർവകലാശാലകളാണ് ലോകത്തെ കൂടുതൽ നയിക്കുന്നത്. അതേസമയം അടുത്ത തലമുറ സെമി കണ്ടക്ടർ സാങ്കേതികവിദ്യയെ സ്വാധീനിക്കുന്നതും ചൈനയെ മുൻനിരയിൽ നിർത്തുന്നതുമായ അടിസ്ഥാന ഗവേഷണങ്ങളിൽ ഭൂരിഭാഗം ചൈന എന്ന രാജ്യം തന്നെയാണ് കൂടുതലും നിർമ്മിക്കുന്നത്. 2024 ചൈന 298.1 ബില്യൺ IC യൂണിറ്റുകൾ കയറ്റുമതി ചെയ്തിരുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ ശരിക്കും 11.6% വർധനവാണ്. എന്നാൽ സ്മാർട്ട് ഫോണുകളുടെ കയറ്റുമതി അളവ് 1.5% വർദ്ധിച്ച് 813.94 ദശലക്ഷം യൂണിറ്റിൽ എത്തുകയുണ്ടായി. അതേസമയം ലാപ്ടോപ്പുകളുടെ കാര്യം നോക്കിയാൽ കയറ്റുമതി അളവ് 1.7% വർദ്ധിച്ച് 142.95 ദശലക്ഷം യൂണിറ്റിലെത്തി നിൽക്കുകയാണ്. ഉയർന്ന നിലവാരമുള്ള വിഭാഗങ്ങളിൽ അമേരിക്കൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ചൈനയുടെ IC ഇറക്കുമതി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചും 14.6% ഉയർന്നത് 549.2 ബില്യൺ യൂണിറ്റായി ഉയരുകയാണ് ചെയ്തത്. അടുത്ത തലമുറ സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യയിൽ ഇരു രാജ്യങ്ങളും മുൻകൈയെടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ചൈനയും അമേരിക്കയും തമ്മിൽ കടുത്ത മത്സരമുള്ളൊരു മേഖലയാണ് ചിപ്പ് ഗവേഷണം എന്നത്. ചൈനയുമായുള്ള വ്യാപാരം പരിമിതപ്പെടുത്തണമെന്ന് ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത്. അതിനാൽ തന്നെയാണ് അമേരിക്കയ്ക്ക് ശക്തമായ ഭാഷയിൽ ചൈന മറുപടി നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി ഞങ്ങളുമായി വ്യാപാരം പരിമിതപ്പെടുത്തിയാൽ വൻ തിരിച്ചടി ലഭിക്കുമെന്ന് അത്തരം നീക്കങ്ങളെ തങ്ങൾ അതിശക്തമായി നേരിടുമെന്നുമാണ് ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ചൈനയുടെ വ്യാപാര മന്ത്രാലയമാണ് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. അമേരിക്ക അനാവശ്യമായി താരിഫുകൾ ഏർപ്പെടുത്തി മറ്റ് രാജ്യങ്ങളെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണെന്നും അത്തരത്തിൽ വഴങ്ങാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രാലയത്തിന്റെ പ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്തു. ചൈനയുടെ എല്ലാ താൽപ്പര്യങ്ങളും അവകാശങ്ങളും അതേപടി നിലനിൽക്കുമെന്നും അവയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും വ്യാപാര മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.